ഗെയിം ഓഫ് ത്രോൺസിൻ്റെ 8ാമത് സീസണിലെ 2ാമത് എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ. വീഡിയോയിൽ നിരവധി സ്പോയിലേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പിസോഡ് കണ്ടവർ മാത്രം തുടർന്ന് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ വിൻഡർഫെല്ലിലേക്ക് തിരിച്ചെത്തിയ ജെയ്മിയുടെ വിചാരണയാണ് കാണിക്കുന്നത്. മാഡ് കിങ്ങിനെ കൊന്ന് കിങ്സ്ലെയർ എന്ന പേര് വാങ്ങിയ ജെയ്മിയോടുള്ള ദേഷ്യം ഡെനേരിസ് ഈ സമയത്ത് കാണിക്കുന്നു. ഇതിനിടെ ഒരു പരിധിവരെ ടിറിയൻ ജെയ്മിയെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടെ ബ്രാൻ ജെയ്മിയോട് പറയുന്ന ഒരു ഡയലോഗ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ബ്രാൻ ജെയ്മിയോട് പറയുന്ന ദ തിങ്സ് വി ഡു ഫോർ ലവ് എന്ന ഡയലോഗ് ആദ്യ സീസണിലെ ആദ്യ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇവർ അവസാനമായി കണ്ടുമുട്ടിയ സമയത്ത് ജെയ്മി ബ്രാനെ ടവറിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിടുന്ന സമയത്ത് പറയുന്ന ഡയലോഗായിരുന്നു ദ തിങ്സ് വി ഡു ഫോർ ലവ്. ഇതേ ഡയലോഗ് ബ്രാൻ തിരിച്ച് ജെയ്മിയോട് പറയുന്ന കാഴ്ച കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് ജെയ്മി ഈ സന്ദർഭത്തിൽ. ഇതിനുശേഷം ലേഡി ബ്രയൻ തനിക്ക് പറയാനുള്ളത് മൊത്തം സൻസയുടെ മുമ്പിൽ പറയുന്നു. താൻ നൽകിയ വാക്ക് കാത്തു സൂക്ഷിച്ച ജെയ്മിയെ ബ്രയാൻ ഡിഫെൻഡ് ചെയ്യുന്നത് കണ്ടിട്ട് ബ്രയാനിലുള്ള വിശ്വാസം മൂലം സൻസ ജെയ്മിയെ വിൻഡർഫെല്ലിൽ തുടരാൻ അനുവദിക്കുന്നു. വിൻഡർഫെല്ലിലെ തീരുമാനങ്ങൾ തന്നോട് ചോദിക്കാതെ സ്വയം തീരുമാനിക്കുന്ന സൻസയെ കണ്ട് ആശ്ചര്യപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഖലീസി ഈ സന്ദർഭത്തിൽ. ഇതിനുശേഷം ഡെനേരിസ് ജോൺ സ്നോയുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ എപ്പോഴും പോലെ തന്നെ നൈറ്റ് കിങ്ങിനായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് എത്രത്തോളം ആളുകളെ കിട്ടുന്നു അത്രത്തോളം ആളുകളെ ആവശ്യമാണെന്ന് പറയുന്നു ജോൺ സ്നോ. അതുകൊണ്ട് തന്നെ ജെയ്മിയെ വിൻഡർഫെല്ലിൽ തുടരാൻ ഇവർ മൂന്നുപേരും സമ്മതിക്കുന്നു. പിന്നീടുള്ള സീനിൽ ടിറിയനോടുള്ള വിശ്വാസം ഡെനേരിസിൽ നഷ്ടപ്പെടുന്ന കാഴ്ചയും കാണുന്നുണ്ട്. പിന്നീടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ജെൻറിയും സംഘവും എല്ലാവരും കൂടി ചേർന്ന് കുറേയധികം വെപ്പൺസ് വിൻഡർഫെല്ലിൽ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടയിൽ ആര്യ ജെൻറിയെ കാണാനായി വരുന്നു. ആര്യ പുതിയതായി ഉണ്ടാക്കാൻ കൊടുത്ത വെപ്പണിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനായിരുന്നു ആര്യ ജെൻറി കാണാൻ എത്തിയത്. ആര്യ സ്റ്റാർക്കിനെ വെറുമൊരു പെൺകുട്ടി എന്ന രീതിയിൽ കണ്ടിരുന്ന ജെൻറി ആര്യയുടെ സ്കിൽസ് കണ്ട് ഞെട്ടുന്ന കാഴ്ചയും ഇവിടെ നമുക്ക് കാണാം. തൊട്ടടുത്ത ഷോട്ടിൽ വേറൊരു ട്രീക്ക് സമീപം ജെയ്മി ബ്രയനെ കാണാനായി പോകുന്ന കാഴ്ച കാണുന്നു. തന്നോട് എന്തുകൊണ്ട് എതിർപ്പ് കാണിച്ചില്ല എന്ന് ജെയ്മി ചോദിക്കുന്നതിന് പണ്ട് ജെയ്മി ബ്രയനെ തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ബ്രയൻ ഒരു റിയേഡ് റേവൺ ആവില്ലായിരുന്നു. കൂടാതെ ബ്രയൻ പറയുന്ന മറ്റൊരു വിഷയം, ഇത്രയും കാരണങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജെയ്മി വിൻഡർഫെല്ലിൽ സ്റ്റാർക്സിന് വേണ്ടി നൈറ്റ് കിങ്ങിനെതിരെ പോരാടുവാൻ എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം എന്ന് ജെയ്മി ചോദിക്കുന്നതിന് ഇതിനുശേഷം അതിനാരെങ്കിലും ജീവിച്ചിരുന്നാലല്ലേ എന്ന് ബ്രയൻ പറയുന്നൊരു വിഷയം നമുക്കിവിടെ കാണാം. ഈ ഡയലോഗിൻ്റെ പുറകിൽ വളരെയധികം നിഗൂഢതകൾ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഈ സീരീസിൻ്റെ റൈറ്ററായ ജോർജ് ആർ ആർ മാർട്ടിനെ നമുക്കറിയാം. മിക്കവാറും ഒരു ഹാപ്പി എൻഡിങ് അല്ലായിരിക്കും ഇദ്ദേഹം നമുക്കായി കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് വാക്കുകളിൽ നിന്ന് വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ സീസണിൻ്റെ അവസാനം നിലനിൽക്കുള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. തുടർന്ന് നമുക്ക് കാണാം വിൻഡർഫെൽ ഒരു യുദ്ധത്തിന് സജ്ജമായിരിക്കുന്നു. വിൻഡർഫെൽ എന്ന കോട്ട മുഴുവനുമായി കുറേ ഡ്രാഗൺ ഗ്ലാസുകളും മറ്റ് മരക്കഷ്ണങ്ങളുമായി ഡിഫെൻഡ് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് പോട്രിക് ട്രെയിൻ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം. നമുക്കറിയാം ലേഡി ബ്രയൻ കുറേ കൊല്ലമായി പോട്രിക്കിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ ട്രെയിനിങ് ലഭിച്ച പോട്രിക് ഇന്ന് വളരെ നല്ലൊരു വാൾപ്പേറ്റുകാരനാണ്. ഇതിനുശേഷം ഖലീസിയും സൻസയും തമ്മിലുള്ള സംസാരത്തിനിടയിൽ നമുക്ക് ശ്രദ്ധിക്കാം, കുറേ കാലമായി ആരും ശ്രദ്ധിക്കാതെ അഥവാ മിണ്ടാതിരുന്ന കാൾഡ്രോഗയെ പറ്റി ഡെനേരിസ് ഈ സന്ദർഭത്തിൽ സൻസയോട് സംസാരിക്കുന്നു. ഇതിനുശേഷം വിൻഡർഫെല്ലിൻ്റെ ഭാവിയെക്കുറിച്ച് സൻസ ഡെനേരിസിനോട് സംസാരിക്കുന്നുണ്ട്. യുദ്ധത്തിന് ശേഷം വിൻഡർഫെൽ ഒരു സ്വതന്ത്ര രാജ്യമായിരിക്കണം എന്നുള്ള സൻസയുടെ വാക്കുകളോട് പൂർണ്ണമായി വിയോജിപ്പ് ഡെനേരിസിൻ്റെ മുഖത്തിലൂടെ നമുക്ക് കാണാവുന്നതാണ്. തൊട്ടടുത്ത ഷോട്ടിൽ വിൻഡർഫെല്ലിലേക്ക് തിരിച്ചെത്തിയ തിയോൺ ഗ്രിജയെ കാണിക്കുന്നു. യാറയെ അയൺ ആൻഡ് ലെൻസിലേക്ക് അയച്ചതിന് ശേഷം തിയോൺ വിൻഡർഫെല്ലിലേക്ക് തിരിച്ചെത്തുകയും സൻസയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സൻസയെ റാംസി ബോൾട്ടൻ്റെ കയ്യിൽ നിന്നും വാളിൽ ജോൺസ്നോയുടെ കൈകളിൽ കൊണ്ടെത്തിച്ചത് തിയോൺ ഗ്രേജയായിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ എപ്പിസോഡിലെ എല്ലാവരുടെയും ചോദ്യചിഹ്നമായിരുന്നു ഗില്ലിയും ലിറ്റിൽ സാമും. ഗില്ലിയെ എടുത്തു കാണിക്കുന്നുണ്ട് ഇതിലെ ഒരു സീനിൽ. തൊട്ടടുത്ത ഷോട്ടിൽ ലാസ്റ്റ് ഹാർത്തിൽ നിന്നും തിരിച്ചെത്തിയ ടോർമണ്ടിനെയും ബെറിക് ഡൊണ്ടാറിനെയും എഡ്ഡിയെയും കാണിക്കുന്നുണ്ട്. വൈറ്റ് വാക്കേഴ്സ് എത്തിക്കഴിഞ്ഞു, നൈറ്റ് കിങ്ങിൻ്റെ ആർമി ഒരു നൈറ്റ് അകലെ മാത്രം എത്തിയിരിക്കുന്നു എന്നും പറയുന്നുണ്ട് എഡ്ഡിയും കൂട്ടരും ജോൺ സ്നോയോട്. പിന്നീടുള്ള കാഴ്ചകളിൽ നാം കണ്ടു വിൻഡർഫെൽ പൂർണ്ണമായും ഒരു യുദ്ധത്തിന് സജ്ജമായിരിക്കുന്നു. വെസ്റ്ററോസിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു കാസിലാണ് വിൻഡർഫെൽ. കൂടാതെ
വാൾ പണ്ടുണ്ടാക്കിയ ബ്രാൻ ദി ബിൽഡർ എന്ന പഴയ സ്റ്റാർക്ക് തന്നെയാണ് വിൻ്റർഫെൽ ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം. പിന്നീട് നൈറ്റ് കിങ്ങിനെതിരെയുള്ള ബാറ്റിൽ പ്ലാൻസ് അടുത്ത ഷോട്ടുകളിൽ കാണിക്കുന്നുണ്ട്. നൈറ്റ് കിങ്ങിൻ്റെ ആർമിയെ തോൽപ്പിക്കണമെങ്കിൽ നൈറ്റ് കിങ്ങിനെ തന്നെ എയിം ചെയ്യണം എന്ന് പറയുന്നുണ്ട് ജോൺ സ്നോ. ഇതിനായി നൈറ്റ് കിങ്ങിനെ ഒരു ഓപ്പൺ ഫീൽഡിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരണം എന്നും ജോൺ സ്നോ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് കുറേ കാലത്തെ എല്ലാവരുടെയും സംശയമായ ആ ചോദ്യത്തിന് ബ്രാൻ ഇവിടെ ഉത്തരം നൽകുന്നുണ്ട്. എന്താണ് നൈറ്റ് കിങ്ങിന് വേണ്ടത്, എന്തിനാണ് നൈറ്റ് കിങ് വരുന്നത് എന്നെല്ലാമായി കഴിഞ്ഞ 8 സീസണുകളിലും വളരെയധികം ചർച്ചാ വിഷയമായ ഒരു വിഷയമായിരുന്നു ഇത്. നൈറ്റ് കിങ്ങിന് വേണ്ടത് ഒരു എൻഡ്ലെസ് നൈറ്റാണ്. അവസാനമില്ലാത്ത ഒരു വലിയ രാത്രിയിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ മെമ്മറിയും ഇറേസ് ചെയ്ത് കളയുക എന്നതാണ് നൈറ്റ് കിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യരെ എല്ലാവരെയും കൊന്നൊടുക്കിയാൽ കൂടി ലോകത്തിൻ്റെ മുഴുവൻ മെമ്മറിയും അടങ്ങിയിട്ടുള്ള 3-eyed റേവൻസിനെ കൊല്ലാതെ ലോകത്തെ മുഴുവനായും ഇറേസ് ചെയ്ത് കളയാൻ സാധിക്കുകയില്ല എന്നാണ് നൈറ്റ് കിങ്ങിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെ നൈറ്റ് കിങ് തേടി വരുന്നത് ഈ 3-eyed റേവനായ ബ്രാനെയാണ്. നൈറ്റ് കിങ് തന്നെ ട്രാക്ക് ചെയ്തു വരും എന്നുള്ള കാര്യം ബ്രാൻ തൻ്റെ കയ്യിലെ അടയാളത്തോടെ കൂടി കാണിച്ചു കൊടുക്കുന്നു. ബാറ്റിൽ പ്ലാനിൽ ഗോഡ്സ്വുഡ് ട്രീക്ക് സമീപം ബ്രാൻ നൈറ്റ് കിങ്ങിനായി കാത്തു നിൽക്കുകയും എന്നാൽ ബ്രാനെ ഒറ്റയ്ക്കാക്കില്ല, താൻ കൂടെ ഉണ്ടാവും എന്ന് തിയോൺ ഗ്രേജയും ഈ സന്ദർഭത്തിൽ പറയുന്ന കാഴ്ചയും നമുക്ക് കാണാം. ഇതിനുശേഷം കാണിക്കുന്ന ബാറ്റിൽ പ്ലാനിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. 3 ഫ്ലാങ്കായിട്ടാണ് നൈറ്റ് കിങ്ങിനെതിരെ ഇവർ യുദ്ധത്തിന് പുറപ്പെടുന്നത്. വിൻ്റർഫെല്ലിനോട് ചേർന്ന് കിടക്കുന്ന ഗോഡ്സ്വുഡ് ട്രീനരികിൽ ബ്രാൻ നൈറ്റ് കിങ്ങിനായി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പുറത്താണെങ്കിൽ ആർമിയുടെ നടുഭാഗത്തായി ഡെനേരിസിൻ്റെ ടാർഗേറിയൻ ആർമിയും, ലെഫ്റ്റ് സൈഡിൽ നൈറ്റ്സ് ഓഫ് ദി വെയിലും റൈറ്റ് സൈഡിൽ സ്റ്റാർക്ക് ആർമിയും ഉണ്ടാവുന്നതാണ്. ഈ സീനിന് ശേഷം ഇവരുടെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതിന് ശേഷം ബ്രാനും ടെറിയനും കൂടി ഒറ്റയ്ക്കാവുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാം. ഒരു പക്ഷേ ഇവിടെ വെച്ച് ജോൺ സ്നോയുടെ കാര്യം ബ്രാൻ ടെറിയനോട് പറഞ്ഞേക്കാം. ഷോയിൽ അത് വ്യക്തമായി കാണിക്കുന്നില്ല. തുടർന്ന് സാമും എഡിയും ജോൺ സ്നോയും കൂടിയുള്ള ഒരു ചെറിയ റിയൂണിയൻ ഇതിനിടയിൽ കാണിച്ചു പോകുന്നുണ്ട്. പണ്ട് നൈറ്റ്സ് വാച്ചിലെ അംഗമായിരുന്നു ഇവർ 3 പേരും. സാം പണ്ട് വൈറ്റ് വാക്കറിനെ കൊന്ന കാര്യമെല്ലാം ചെറുതായി ഒരു ടച്ചിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഇതിനിടയിൽ. ഇതിനുശേഷം ജെൻറി ആര്യയ്ക്കായി ആര്യ പറഞ്ഞു കൊടുത്ത പുതിയ വെപ്പൺ ഉണ്ടാക്കി കൊടുക്കുന്നതായി കാണിക്കുന്നു. ഒരു വലിയ സ്റ്റിക്കിൽ ഡ്രാഗൺ ഗ്ലാസ് ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ വെപ്പൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ജോൺ സ്നോ കൊടുത്ത നീഡിൽ എന്ന വാളും വലേറിയൻ സ്റ്റീൽ ഉള്ള ഒരു ഡാഗറും കയ്യിലുള്ള ആര്യ. പിന്നീട് എന്തിനാണ് പുതിയൊരു വെപ്പൺ ഉണ്ടാക്കുന്നത് എന്ന് പലർക്കും സംശയമുണ്ടായേക്കാം. കഴിഞ്ഞ സീസണുകളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ബ്രാവോസിൽ വെച്ച് ഡാരിയോ നെഹാരസിൻ്റെ കയ്യിൽ നിന്നും ആര്യ നേടിയ ട്രെയിനിങ് ചെറുതൊന്നുമല്ല. ഇത്തരത്തിലുള്ള ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കണ്ണില്ലാത്ത സമയത്തടക്കം ആര്യ ട്രെയിൻ ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ ആര്യയുടെ വലിയൊരു ആക്ഷൻ സ്കിൽസ് നമുക്ക് കാണാനായി സാധിക്കും എന്നുറപ്പിക്കാം. തുടർന്ന് ആര്യയും ജെൻറിയും തമ്മിലുള്ള ചെറിയൊരു ലവ് സീനുമുണ്ട്. ആര്യയും ജെൻറിയും തമ്മിൽ പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു എന്ന് ചിലയിടങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ലവ് സീൻ യുദ്ധത്തിന് മുമ്പേ തന്നെ നടന്നത് പലർക്കും ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യം ആണെങ്കിലും എന്തുകൊണ്ട് ഈ സീൻ ഇപ്പോൾ കാണിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നിയത് ജെൻറിയോ ആര്യോ ആരെങ്കിലും ഒരാൾ ഈ യുദ്ധത്തിനിടയിൽ മരിക്കും എന്നുള്ളത് തീർച്ച എന്ന് തോന്നുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിനുശേഷം ജെയ്മി ലേഡി ബ്രയാനെ ഒരു നൈറ്റായി പ്രഖ്യാപിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. തുടർന്ന് ലേഡി മൊർമണ്ടും ജോറിയും തമ്മിലുള്ള സംഭാഷണ രംഗങ്ങളും ഈ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം സാമുവൽ ടാർലി തൻ്റെ അച്ഛനായ റാൻഡൽ ടാർലിയിൽ നിന്നും മോഷ്ടിച്ച അല്ലെങ്കിൽ അവിടെ നിന്നും എടുത്തിട്ട് വന്ന ഹൗസ് ടാർലിയുടെ സ്വന്തമായ ഹാർട്ട്സ് ബെയിൻ എന്നറിയപ്പെടുന്ന വാൾ സാം ഈ സന്ദർഭത്തിൽ ജോറിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നമുക്കറിയാം വലേറിയൻ സ്റ്റൂൾ ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ഹാർട്ട്സ് ബെയിൻ എന്ന വാൾ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന യുദ്ധത്തിൽ സർ ജോറയ്ക്ക് ഈ ഹാർട്ട്സ് ബെയിൻ എന്ന വാൾ വളരെയധികം ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് വിൻ്റർഫെല്ലിന് താഴെയുള്ള ക്രിപ്റ്റിൽ വെച്ച് ഡെനേരീസും ജോൺ സ്നോയും തമ്മിലുള്ള സംഭാഷണ രംഗങ്ങൾ കാണിക്കുന്നു. ഇവിടെ വെച്ച് റൈഗർ ടാർഗറിൻ്റെ മകനാണ് താൻ എന്ന് ജോൺ സ്നോ ഡെനേരീസിനെ അറിയിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡെനേരീസ് ഇങ്ങനെയാണെങ്കിൽ അയൺ ത്രോണിനുടമ ജോൺ സ്നോ ആണെന്ന് പറയുന്നതിനിടയിൽ അടുപ്പിച്ചുള്ള 3 ഹോണിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, പണ്ട് മുതലേ അറിയാം, ഇത് വൈറ്റ് വാക്കറിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ഷോട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം വിൻ്റർഫെൽ ഏത് തരത്തിലാണ് ഈ യുദ്ധത്തിനായി തയ്യാറെടുത്തിരിക്കുന്നതെന്ന്.
കാസലിൻ്റെ എല്ലാ ഭാഗത്തും ഡ്രാഗൺ ഗ്ലാസുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വൈറ്റ് വാക്കസിനെ അകത്തേക്ക് കടത്തില്ല എന്നിവർ തീരുമാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള സീനിൽ വൈറ്റ് വാക്കസിൻ്റെ വലിയ ആർമി വിൻ്റർഫെല്ലിന് മുമ്പിൽ എത്തിയിരിക്കുന്ന കാഴ്ച കാണിക്കുന്നു. ഇവിടെ പക്ഷേ നൈറ്റ് കിങ്ങിനെ എടുത്തു കാണിക്കുന്നില്ല. അങ്ങനെ ഈ എപ്പിസോഡിൻ്റെ അവസാനം ഏവരും പ്രതീക്ഷിച്ചിരുന്ന ലോങ് നൈറ്റ് എത്തിക്കഴിഞ്ഞു. വീണ്ടും ഒരു അസോർ അഹൈ ഉണ്ടാകുമോ? ലോങ് നൈറ്റിന് ശേഷം ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? ബ്രാനാണോ നൈറ്റ് കിങ്, അതോ ബ്രാൻ നൈറ്റ് കിങ്ങിനെ കൊല്ലുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം തുടർന്നുള്ള എപ്പിസോഡുകളിൽ ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം.